കൊഞ്ചലിന്റെ ചിങ്കാര ചന്തം വിരിഞ്ഞ സർഗവേദിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. കുഞ്ഞു പാട്ടിന് കൂട്ടായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം ജഡ്ജസ്. കുഞ്ഞു കുറുമ്പ് കൂട്ടിലെ മിടുക്കി പാട്ടുകാരി നമ്മുടെ പാറുക്കുട്ടി എത്തുന്നു. വെൽക്കം പാർവണ ഓൺ സ്റ്റേജ്. അപ്പോഴേ എന്താ വന്നത്? ഞങ്ങൾക്കറിഞ്ഞൂടാ. വെറുതെ വന്നയാ? ഡാൻസ് കളിക്കാൻ വന്നാണോ? പാട്ട് പാടാനും പിന്നെ വർത്താനം പറയാനും. അപ്പൊ വർത്താനം ആദ്യം പറഞ്ഞു തീർക്ക്. അതെ, ഞാനില്ലേ, ഞാനൊരു ടാങ്ക്സ് പറയാം. എന്ത് ടാങ്ക്സ്? കഴിഞ്ഞ തവണ ഒരു നാരങ്ങ കടിപ്പിച്ചതാ. ട്വിസ്റ്റ് ആയി പോയി കുറച്ച്. പറയണേ, 500 ആണോടാ നിന്റെ കളി. 500 ആണോടാണോടാ നിന്റെ കളി. അത് 500 ആണോടാണോടാ നിന്റെ കളി. ആണോന്നല്ല, 500 ആണോടാണോടാ. 500 ആണോടാണോടാ നിന്റെ കളി. അത് ആണോടാണോടാ നിന്റെ കളി. ഇത് വേറെ, നമ്മുടേത് വേറെ. 500 ആണോടാ നിന്റെ കളി. ഓക്കെ ആണോ? അത് അത്രേ ഉള്ളൂ. മോൾ ഏത് പാട്ടാ പാടുന്നത്? കാറ്റ് വന്നു, കാറ്റ് പോയി. മോളെ ആ മുയലിനെ ഒന്ന് കാണിച്ചേ. പ്ലീസ് അങ്കിൾ. ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാറ്റ് വന്നു, കാറ്റ് വന്നു, കല്ലനെ പോലെ കാട്ടുമുല്ലയ്ക്കൊരുമ്മ കൊടുത്തു കാമുകനെ പോലെ. കാറ്റ് വന്നു, കല്ലനെ പോലെ
പാർവണക്കുട്ടി എന്തോ സൂപ്പറായിട്ട് പാടി. താങ്ക് യു എന്ത് രസമുള്ള പാട്ടാ, എന്താ സെലക്ഷൻ. താങ്ക് യു. ദേവരാജൻ മാസ്റ്ററിന്റെ ബ്യൂട്ടിഫുൾ മ്യൂസിക്. അതുപോലെ അത് തന്നെ ഇവിടുന്ന് അറിഞ്ഞേ. അതൊക്കെ അറിയത്തില്ലേ മോളെ, കുറെ വർഷമായിട്ടില്ലയോ ഇവിടെ ഇരിക്കുന്നേ. അതുപോലെ തന്നെ വയലാർ സാറ് മാത്രമല്ല, പാട്ടെടുക്കാൻ അനുവല്ലയിലൊക്കെ കൊണ്ടുവിട്ടിരിക്കുന്നതന്നെ ദൈവതത്തില് അതെ. എന്ത് രസമായിട്ടാണ്. വള്ളിക്കാസകലം അതൊക്കെ ദേവരാജ മാഷ അങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുവിട്ടത് തുടങ്ങാൻ വേണ്ടി, മുല്ലവള്ളി തുടങ്ങാൻ വേണ്ടി. പിന്നെ വേറൊരു കാര്യം, ഒരു സംശയം എനിക്ക്, ഈ കാറ്റ് വന്നു കൊത്തു കൊടുത്തു എന്നാണ്. അല്ല ഉമ്മ. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ കൊത്തുന്ന പോലെ. ഇങ്ങനെ കാണിക്കണ്ടായിരുന്നല്ലോ. ഇങ്ങനെ കൊത്തുന്ന് പറഞ്ഞ ഇതല്ലേ പശീനെ അല്ല കൊക്കപ്പ ഇങ്ങനെ 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 കൊത്താ. ഇങ്ങനെ എന്റെ അവിടെ ഇങ്ങനെ കൊത്തുന്നു. അത് സാരല്ലാതെ അങ്ങനെയായിരിക്കും നമ്മളെടുത്ത് അങ്ങനെ. എന്നാലും കാറ്റ് വന്ന് ഉമ്മ കൊടുത്തു എന്ന് പറയുമ്പോ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലോ, അയ്യോ എനിക്ക് വിഷമം തോന്നി. എന്നെ കൊത്തിയിട്ടൊന്നുമില്ല. കാറ്റിന് കൊത്താൻ കഴിയൂല. കാറ്റിനെ തൊക്കാൻ കഴിയില്ല, നിനക്ക് തന്നെ അത് തരണം. അത് ഞങ്ങളെ കഷ്ടപ്പെടുത്തി. എന്തായാലും സംഭവം കാലക്ക് കേട്ടു, താങ്ക് യു. നല്ല രസമായിരുന്നു. എനിക്ക് ഈ പാട്ട് വലിയ ഇഷ്ടമാണ്. സിനിമ അറിയാമോ ഇതാന്ന്? കര കാണാ കടൽ. ഗുഡ്, നൈസ്. താങ്ക് യു. വെരി ഗുഡ്. പാർവണക്കുട്ടി എന്തോ അസലായി, ഉഗ്രനായിരുന്നു. താങ്ക് യു താങ്ക് യു സൂപ്പറായിട്ട് താങ്ക് യു. ആ നല്ല രസമുണ്ട് ഉടുപ്പും കാണാൻ. ആ പാട്ടും അതുപോലെ തന്നെ നന്നായിരുന്നു, ക്യൂട്ടായിരുന്നു കേട്ടോ താങ്ക് യു. കാണാനും. എങ്ങനെയാ കാട്ടുമുല്ലിക്ക് ഉമ്മ കൊടുത്ത എങ്ങനെയാ? കാട്ടുമുല്ലിക്കൊരുമ കൊടുത്തു. ഞാൻ കരയും. മോളു, എന്തോ എനിക്കൊരു കാര്യം ഒന്ന് അറിയണം. ആ എങ്ങനെയാ മോൾ ഇത്രയും വരികളൊക്കെ കാണാപ്പാടം പഠിക്കുന്നത്? അതിങ്ങനെ കേട്ട് 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 കൊറേ കേട്ട് പഠിക്കും. ഓക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ഭാഗമുണ്ട്. ആ ആ, ഉമ്മ തന്നാലോ എന്ന് പറയുന്ന ഭാഗം ഒന്ന് പാടിത്തരാവോ? തെന്നൽ വീണ്ടും വന്നാലോ ഉമ്മ തെന്നൽ വീണ്ടും വന്നാലോ ഉമ്മ തന്നാലോ തന്നാലോ. ഭയങ്കര ക്യൂട്ടായിരുന്നു ആ ഭാഗം. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. എനിക്ക് മോളുടെ പാട്ട് ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞ ഫുൾ പാട്ടിന്റെ മ്യൂസിക്കൽ സാധനങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാര്യം മോള് നിന്ന് പാടുന്ന കാണാൻ എന്ത് ക്യൂട്ടാ, ഓരോ ആക്ഷനും. ഞങ്ങളൊക്കെ അതുപോലെ ഡാൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കായിരുന്നു ഇവിടെ നിന്നിട്ട്. വേണമെങ്കിൽ അൽഫോൺസ് ചേട്ടനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഡാൻസ് ഞങ്ങൾ ഒരുമിച്ച് വേറെ ഒരു സമയത്ത് ഞങ്ങൾ ചെയ്യും. അപ്പൊ അടിപൊളിയായിട്ടോ. ആ താങ്ക് യു. ഉമ്മ ഉമ്മ കുറുമ്പി ആണെങ്കിൽ എന്താ, ടാങ്ക് ട്വിസ്റ്ററെ കൊണ്ടുവന്നാലും എന്താ, മിടുക്കിയായിട്ട് പാടിയില്ലേ. താങ്ക് യു. എന്താണ് ഇങ്ങനെ ആക്ഷൻ സോങ് പോലെ നല്ല ചെറിയ ഉടുപ്പ് കേട്ട്. പിന്നെ മോളുടെ ബാക്കിൽ മോള് ടി വിയിൽ വരുമ്പോ കാണണം കേട്ടോ, നല്ല രസമാണ് കാണാൻ. ആ ഇങ്ങനെ ബാക്ക് ഡ്രോപ്പിൽ മോളെ കാണാൻ ടി വിയിൽ വരുമ്പോ. മരങ്ങൾക്കിടയിൽ ഇങ്ങനെ കൊച്ചുകുട്ടി ഒരു ഉടുപ്പ് കെട്ടി ഇങ്ങനെ തുള്ളിച്ചാടി പാടുന്ന പോലെ ഉണ്ടാവും. നല്ല രസമായിരിക്കും കാണണം. അസലായിട്ട് പാടി. ലിറ്റിൽ ഏഞ്ചൽ ആയിരുന്നു ഇന്ന്. ലിറ്റിൽ ഏഞ്ചൽ കുട്ടിയായിരുന്നു ഇന്ന്. ഞാൻ കേട്ടില്ല. സോറി, ഞാൻ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് പാടുന്നതാ. ലിറ്റിൽ ഏഞ്ചൽ. ഓക്കെ, എന്താ ടോപ്പ് സിംഗറിൽ വരുമ്പോ ഐ ഗെറ്റ് ദിസ് ആക്സെന്റ്സ്, ഐ ഡോണ്ട് നോ ഹൗ. എന്തൊരു ഞാനേ ഇംഗ്ലീഷ് ഏത്? ഞാൻ ആ നാരങ്ങയില്ലേ, അത് കൊടുത്ത നാരങ്ങ അത് കൊടുത്തു. അതാ ഇങ്ങനെയൊക്കെ ആ പെരുമാറുന്നത്. അത് തന്നെ. എന്തോ എവിടെയോ ആ നാരങ്ങയുടെ എന്താ എന്തെങ്കിലും സംഭവം? ഒരു കുഴപ്പമുണ്ടോ നോക്കൂ. ശ്രീകുടൻ ചേട്ടാ, ആ നാരങ്ങയുടെ കഥ എന്താ? അത് അത് ഇംജങ്ങൾ ഓരോരോ സാധനം ഇങ്ങനെ ഒന്നുമല്ല. ഇവിടെ പല്ല് ഞാൻ പെട്ട വാട എനിക്കറിയാം അല്ലേ, ഇവിടെ എല്ലാവർക്കും അറിയാം. സാക്ഷികളാ ഇവിടെ മുഴുവൻ. ഒരു ഓറഞ്ച് ജപിച്ച് ആ കുട്ടിയെ കഴിപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇറങ്ങി ഒരാഴ്ചന്നല്ല. വന്നു. പിന്നെ ഇംജങ്ങള് തന്ന ദിവസം തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോ പല്ലു വന്നു. അത് ശരി, ഇപ്പോഴാണ് സത്യം പറയുന്നത്. അതുവരെ ഗുഹയായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു പല്ലും കൂടെ വേണമെന്ന് പറഞ്ഞാൽ തൊടുമ്പോ എന്തോ ഇതുപോലെ എന്തോ ഒരു കത്തിന് മുറിച്ച പോലെ. പിന്നെ ഞാൻ നാരങ്ങ കൊടുത്തു ഈ സൈഡിലൊരു പല്ല് വരാൻ. അതിലൊരെണ്ണം ഞാൻ അവിടെ കൊടുത്തു. അതുകൊണ്ട് ഞാനിപ്പോ പല്ലുള്ളതുകൊണ്ട് നാക്ക് പോയി. നാക്ക് പോയോ? അതുകൊണ്ടാണ് ഇവിടെ നാക്ക് നോക്കട്ടെ. ഇല്ല പൊള്ളിയിരിക്കുക. ഞാൻ നാക്ക് കണ്ടു. മോളെ നാക്കുണ്ട്, നാക്ക് പക്ഷെ ആ നാരങ്ങയുടെ എഫക്ട് കാരണം
ലില്ലി ഏഞ്ചൽ. ഈ പാറുവിനെ ഒന്നും വരത്തില്ല. പാറു. പാറയോ? ശ്രമിക്കണ്ട, വരത്തില്ല. കണ്ടോ, പറഞ്ഞു ഇല്ല, പാറു. ഇല്ല. ഇപ്പൊ നാക്ക് വന്നു, മിടുക്കി കുട്ടിയായിട്ട് പാടി. നാക്ക് വന്നു, നാക്ക് വന്നു. നാക്ക് വന്നു. സോ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പാർവണ പൂക്കുരി. താങ്ക് യു. ലിറ്റിൽ ഏഞ്ചൽ ചെല്ല് കേട്ടാ. ചാച്ചാ. ടാറ്റാ. അങ്ങനെ നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരുപാട് നല്ല നല്ല പാട്ടുകളും പെർഫോമൻസുകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.